ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് പാർട്ട് 6 ശരാരതി ബാലക് സുശീൽ. അപ്പം എന്താണെന്ന് ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു ബാലനാണ് സുശീൽ. അപ്പോൾ സുശീലിനെ കുറിച്ച് നമുക്ക് ഈ ലെസണിൽ പഠിക്കാം. അപ്പോൾ സുശീൽ ആരാണ്, അവൻ്റെ ആ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ലെസണിൽ പഠിക്കാം. अमरावती शहर में एक धनी व्यक्ति अपनी पत्नी के साथ रहता था. അമരാവതി ഷഗർ എന്ന് പറഞ്ഞാൽ അമരാവതി എന്ന ടൗണിൽ ഒരു ധനവാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ ഭാര്യയോടൊത്ത് ജീവിക്കായിരുന്നു. രണ്ടുപേരും എവിടെയായിരുന്നു ജീവിച്ചത്? അമരാവതി ടൗണിലാണ് ജീവിച്ചത്. ഉൻകാ ഘർ ബഹുത് ബഡാ താ. അവരുടെ വീടാണെങ്കിലോ വലിയ വീടായിരുന്നു. ഓക്കെ. സബ് പ്രഹാർ ബി സുഖ സുവിധായും തി. എല്ലാ അർത്ഥത്തിലും അവർ നല്ല സന്തോഷത്തോടുകൂടി നല്ല എല്ലാവിധ ആർഭാടങ്ങളോട് കൂടിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഉൻകി കേവൽ ഏക് ഹി ദുഃഖ് ദാക്കി ഉൻകെ കൊയ് സന്താൻ ന ദി. അപ്പൊ എന്താണ് അവർക്ക് ഏക ദുഃഖം ഉണ്ടായിരുന്നത്? ഒരു ദുഃഖം അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? കുട്ടികളില്ല. വേ രോജ് ഭഗവാൻ കെ ഇസ്കേ ലിയേ പ്രാർത്ഥന കർത്തേ. അതുകൊണ്ട് സദാ എല്ലാ ദിവസവും അവർ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു. കൈ ദിനേക്കെ ബാദ് ഉൻകി ഇച്ഛ പുരി ഹുയി. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ആഗ്രഹം സഫലമായി. ഉൻകെ ഘർ ഏക് സുന്ദർ പുത്ര കാ ജന്മ ഹുവ. അങ്ങനെ അവിടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഭംഗി മനോഹരമായിട്ടുള്ള ഒരു പുത്രന് ജന്മം നൽകി. വേ ബഡേ പ്രസന്ന ഹുയേ. അപ്പോൾ അവർക്ക് എന്തായി? ഭയങ്കര സന്തോഷമായി. और उनका नाम സുശീൽ രഹ. അങ്ങനെ അവർ ആ മനോഹരമായ പുത്രന് സുശീൽ എന്ന പേരു നൽകി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിൽ എന്താണെന്ന് പറഞ്ഞാൽ, नाम दो उनके सुशील था लेकिन दूसरे के साथ उनका व्यवहार उनके विपरीत था. അപ്പൊ എന്താണ്? പേര് മാത്രമേ അവന് ആ കുട്ടിക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? സുശീലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? സുശീലന്റെ വിപരീതമായിരുന്നു. സുശീൽ പറഞ്ഞ നല്ല ശീലമുള്ള കുട്ടികൾ എന്നാണ് അർത്ഥം. സുശീൽ പറഞ്ഞ അതിന്റെ വിപരീതമാണ് ആ കുട്ടിക്ക് സ്വഭാവം ഉണ്ടായിരുന്നത്. उसके कुछ साथी बुरे स्वभाव के भी थे. उसके कुछ साथी बुरे स्वभाव के भी थे. അവന് കുറച്ച് ഫ്രണ്ട്സ്മാരുണ്ടായിരുന്നതും എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു? ചീത്ത സ്വഭാവമായിരുന്നു. വഹ് ബുരേ കാം കർത്താ താ. ഏത് സമയവും ആ കുട്ടി എങ്ങനെയുള്ള ഇതാണ് നൽകിയിരുന്നത്? ബുര കാം കർത്താ താ. അത് പറഞ്ഞ ചീത്ത എന്താണ്? ചീത്ത പ്രവൃത്തി തന്നെ അവൻ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛേ മിത്രം കാ ഉസ്കാ സാത്ത് ചോട് ദിയാ. അതുമൂലം തന്നെ നല്ല കുട്ടികൾ മുഴുവൻ അവനിൽ നിന്നും അകന്നുപോയി. ദുസരേ കെ സാത്ത് ക്രൂരത ഔർ ദ്രിന കി വ്യവഹാർ കർനെ മേ ഉസേ ബഡാ മജ ആതാ ഹൈ. അപ്പൊ എന്താണ്? ദുസരേ കെ സാത്ത്. പിന്നെ എന്താണ് അവന്റെ കയ്യിലുള്ള ഒരു വികൃതി ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്രൂരത. എല്ലാ കുട്ടികളോടും എല്ലാ ജന്തു ജീവജാലങ്ങളോടും ക്രൂരമായിട്ട് പെരുമാറുക. ക്രൂരത ഔർ ദ്രിന വേദനിപ്പിക്കുക. വ്യവഹാർ കർനെ കരെ ബഡേ മജ ആത്തെ ഹെ. മജ ആത്തെ ഹെ എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മറ്റു ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നതിലായിരുന്നു ആ കുട്ടിക്ക് സന്തോഷം കണ്ടെത്തിയിരുന്നത്. വഹ് ആസ്പാസ് കെ സബി ജീവജന്തുവും കി സദാത്താ താ. അങ്ങനെ അടുത്തുള്ള ജീവജന്തുക്കൾക്കെല്ലാം ഇതൊരു ഭയങ്കര ശല്യമായി. ഉൻ പർ പത്തർ മാർത്ത. ജീവജാലങ്ങൾക്ക് എന്താണ് പത്തറാത്ത പറഞ്ഞ എന്താണ്? കല്ലുകൊണ്ടെറിഞ്ഞു. ഉൻകെ ഹാത്ത് പാവ് കീച്ച്ത. കയ്യിലും കാലിലും പിടിച്ച് നിലത്തടിച്ചു. ഓക്കെ. मछली को पानी के निकल कर जमीन पर रखता.
മീനുകളെ ആണെങ്കിൽ എന്ത് ചെയ്തു, വെള്ളത്തിൽ നിന്ന് നിലത്ത് ഇട്ടിട്ട് അതിങ്ങനെ പിടയുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തി. ആനന്ദിത ഹോത്താത്ത, അത് പറഞ്ഞ നമ്മള് അക്വേറിയത്തിലൊക്കെ മീനുകളിലേക്ക് ഇട്ട് വലിയ വലിയ വീടുകളിലൊക്കെ എന്തുണ്ടാവും, അക്വേറിയം ഉണ്ടാവും അല്ലെ, അതിലൊക്കെ നിറയെ മീനുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, ആ വെള്ളത്തിനെ മുഴുവൻ കളഞ്ഞ് ആ മീനിനെ എടുത്ത് എന്ത് ചെയ്യും, തറയിലിട്ടിട്ട് അതിങ്ങനെ എന്ത് ചെയ്യും, അപ്പോ വെള്ളം കിട്ടാതെ അങ്ങനെ നിലത്ത് ഇങ്ങനെ ചാടി അല്ലേ, അതിന് വെള്ളത്തിന് വേണ്ടി അതിങ്ങനെ പെടയും. ആ പെടയുന്നത് കണ്ട് ആ കുട്ടി എന്ത് ചെയ്തു, സന്തോഷിച്ചു. അങ്ങനെ ക്രൂരമായ വിനോദങ്ങളിൽ ആ കുട്ടി എന്ത് കണ്ടെത്തി, സന്തോഷം കണ്ടെത്തി. മാതാപിതാക്ക വഹ് അകേല ബേഠാത്ത, അപ്പൊ മാതാപിതാക്കൾക്കാണെങ്കിലോ കുറെ കാലങ്ങളിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് ഒരേ ഒരു കുട്ടിയാണ് സുശീൽ. വേ ഉസ്കെ ബഹുത് അധിക പ്യാർ കർത്തേത്തെ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ വളരെ ലാളിച്ചിട്ടാണ് വളർത്തിയിരുന്നത്. इसलिए उसकी बुरी आदतों को देखकर बीते कुछ नहीं करते थे, അതുകൊണ്ട് തന്നെ എന്തായി, ആ കുട്ടി എന്ത് ചീത്ത കാര്യങ്ങൾ ചെയ്താലും ഇവർ എന്ത് ചെയ്യാതായി, ശാസിക്കാതായി. ആ കുട്ടിയെ ഒന്നും പറയില്ല. അതുകൊണ്ട് തന്നെ ധീരെ ധീരെ വഹ് അഹങ്കാർ ബി കർത്തേ ലഹേ, അതെന്ത് ചെയ്തു, ആ കുട്ടി പതുക്കെ പതുക്കെ ഒരു അഹങ്കാരിയായി മാറി. എങ്ങനെ അഹങ്കാരിയായി മാറുക, ആ കുട്ടി എന്ത് ചീത്ത സ്വഭാവം കാണിച്ചാലും ആ കുട്ടിയെ വഴക്ക് പറയാതെ അടിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ആ കുട്ടി പതുക്കെ എന്തായി മാറി, അഹങ്കാരിയായിട്ട് മാറി. ഉസ്കെ ഘർ കി ബില്ലി പുസി, ആ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ പുസി എന്നൊരു ബില്ലി ഉണ്ടായിരുന്നു. അവർ കുത്ത ബ്ലാക്കി, ഒരു കുത്ത പറഞ്ഞ ഒരു ബ്ലാക്കി, കുത്ത പറഞ്ഞ എന്താണ്, ഒരു നായ, നായയുടെ പേരെന്താണ്, ബ്ലാക്കി. ബി ഉസ്കി കർഹത്തെ സെ പരേശാൻ ഹോ ഗയത്തെ, അവന്റെ വികൃതിയിൽ ഭയങ്കര എന്താണ്, ഉപദ്രവമായിട്ട് ഭയങ്കര സഹികെട്ട് അവരെന്ത് ചെയ്തെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. ആരാണ്, പുസി കാറ്റും ബ്ലാക്കി ഡോഗും. അത് രണ്ടും ആരുടെ വീട്ടിലുണ്ടായിരുന്നു, പിന്നെ സുശീലിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. एक दिन सुशील ने कुछ दूध और रोटी देखकर पुसी और ब्लाकी की अपने पास बुला दिया. അപ്പൊ എന്ത് ചെയ്തു, ഒരു ദിവസം സുശീൽ എന്ത് ചെയ്തു, വേ കുച്ച് ദൂത് അവർ റോട്ടി ദിക്കാക്കർ, കുറച്ച് റൊട്ടി അല്ലെ, റൊട്ടിയും കുറച്ച് പാലും എടുത്തിട്ട് ആരെ അടുത്തേക്ക് വിളിച്ചു, ആ പൂച്ചയെയും ആ നായയെയും എന്ത് ചെയ്തു, അടുത്തേക്ക് വിളിച്ചു. उसके दोनों के पकड़कर उल्टा कर दिया और जमीन पर पटक दिया. എന്നിട്ട് വേഗം അവരെ രണ്ടിനെയും കയ്യിലെടുത്ത് എവിടെ അടിച്ചു, നിലത്തിട്ട് അടിച്ചു. അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, കയ്യിലെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, സുശീൽ എന്ത് ചെയ്തു, കയ്യിലെടുത്തുകൊണ്ട് നിലത്തേക്ക് അടിച്ചു. दोनों चीखते चिल्लाके डर कर भाग गए, രണ്ടുപേരും പേടിച്ചുകൊണ്ട് നാലാഭാഗത്തും ഓടി മറഞ്ഞു. उसकी मां आंगन में बैठी समाचार पत्र पढ़ रही थी, അവന്റെ അമ്മയാണെങ്കിൽ സമാചാർ പത്ര മുറ്റത്ത് ആംഗൻ മേ ബൈട്ടി, വെളിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മുറ്റത്തിരുന്ന് സമാചാർ പത്ര, സമാചാർ പത്ര മീൻസ് എന്താണ്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. जब उन्होंने मैं देखा थी बहुत दुखी हुई, ഈ ഇതുപോലെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. വേ ഇസേ सहन न कर सकी और जाकर अपने पति से कहा, അത് സഹിക്കാൻ വയ്യാതെ, സഹൻ ന കർ സഹി, സഹിക്കാൻ വയ്യാതെ, മോൻ കാണിക്കുന്ന ഇത് സഹിക്കാൻ വയ്യാതെ ആരോട് പറഞ്ഞു, അപ്പന പതിസേ കഹ, ഭർത്താവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്, किसी तरह बेटा को सुधरने का उपाय करो नहीं तो बहुत बिगड़ जाएगा. ഈ കാണിക്കുന്നതിൽ നമ്മൾ എന്ത് കണ്ടിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ഉപായം കണ്ടിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, ബഹുത് ബിഗഡ് ജായേഗ, ഒരുപാട് എന്താണ്, ഭയങ്കര വികൃതിയായിട്ട്, ഒരു വലിയൊരു വികൃതിയായിട്ടുള്ള കുട്ടിയായിട്ട് മാറും, നമ്മൾക്കത് ആപത്താണ് എന്ന്
ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. സുശീലിന്റെ അമ്മ സുശീലിന്റെ ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ दूसरे दिन सुबह वह अपनी बिल्ली को हाथ में पकड़ उसकी मुझ उगड़ रहा था. बिल्ली दर्द से चिल्ला रहा थी. അങ്ങനെ പിറ്റേ ദിവസവും എന്ത് ചെയ്തു? दूसरे दिन सुबह വന്ന രാവിലെ മോർണിംഗ്. वह अपनी बिल्ली को हाथ में पकड़. ആ ബില്ലിയുടെ എന്ത് ചെയ്തു? കൈ പിടിച്ചു. അതിന്റെ രണ്ട് കൈകളിലും പിടിച്ച് उसकी मुझ उगड़ रहा थी. बिल्ली दर्द से चिल्ला रही थी. കയ്യിൽ പിടിച്ച് അങ്ങനെ അടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അതിന് വേദനിച്ചുകൊണ്ട് അത് ഓടി. പിതാജിനെ ഉസേ ദേഖാ ലിയ. ഇതെല്ലാം കണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. उन्होंने कुछ मिठाइयां दिखाकर सुशील ने अपने पास बुलाया. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു? കയ്യിൽ കുറച്ച് മിഠായി എടുത്തുകൊണ്ട് സുശീലിനെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. और पास रही एक छड़ी से उसे पीटना शुरू किया. അങ്ങനെ സുശീലൻ അച്ഛന്റെ അടുത്തേക്ക് വന്നു. അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? पास रही और एक छड़ी से उसे पीटना शुरू किया. അച്ഛൻ എന്ത് ചെയ്തു? ഒരു വടി എടുത്തിട്ട് മോനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അടിക്കാൻ തുടങ്ങി. ഉസ്നെ പൂച്ച. എന്നിട്ട് പറഞ്ഞു പിതാജി ക്യാ. അപ്പോൾ സുശീൽ എന്ത് ചോദിച്ചു? എന്തിനാണ് അടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പനെ തോ മിഠായി ദേനെ കെ ലിയെ മുझे ബുലായാ താ. അച്ഛൻ എന്നെ മിഠായി തരാൻ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. और आप क्या कर रहे थे. എന്നിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? तुम भी तो ऐसा ही करते हो ना. तुम भी तो ऐसा ही करते हो ना. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? പിതാജിനെ കഹ. അപ്പൊ എന്ത് ചെയ്തു? പിതാജി പറഞ്ഞു. എന്താണ് അതിന് പറഞ്ഞു? ഹാം കർത്താഹും. അപ്പൊ എന്താണ്? ഞാൻ ഇതാണ് ചെയ്യുന്നത്. ലേക്കിൻ കേവൽ ജാൻവറൻ കെ സാത്ത്. നിനക്ക് മൃഗങ്ങളോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ. സുശീൽ ബിൽ ഉഡാ. പിതാജിനെ കഹ. സുശീൽ ബോൽ ഉഡാ പിതാജിനെ കഹ. അപ്പൊ നീ എന്താണ് മൃഗങ്ങളെയോടാണ് എന്താണ് ഇങ്ങനെ അടിക്കുന്നത്? അപ്പോൾ നിന്നോട് എന്തുകൊണ്ടപ്പോ ചെയ്തൂടാ എന്ന് അച്ഛൻ ചോദിച്ചു. സുശീൽ ബോൽ ഉഡാ പിതാജിനെ കഹ. പിതാജി എന്ത് പറഞ്ഞു? ആകെ തുമാരി തരക് ഉൻകോ ബി തോ ദർദ് ഹോഗാന. അപ്പൊ എന്താണ്? നിനക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് വേദന തോന്നുന്നില്ലേ? ഫിർ തും ഐസാ ക്യോം കർത്തേ ഹോ. എന്നിട്ട് എന്തിനാണ് നീ മറ്റു മൃഗങ്ങളോടെല്ലാം ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? ഏക് സുൻകർ ഉസ്കി ആങ്ക് ഗുൽ ഗയി. അത് കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്നെ പിതാജി സേ ക്ഷമാ മാങ്കി ഔർ കഹാ കി. അങ്ങനെ അച്ഛനോട് സുശീൽ എന്ത് ചെയ്തു? ക്ഷമ ചോദിച്ചു. ആൻഡ് വ ഫിർ അബി ബുരേ കാം നഹി കരേഗാ. ഞാൻ ഇനി മുതൽ ചീത്ത സ്വഭാവങ്ങൾ ഒന്നും ചീത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് മാപ്പ് ചോദിച്ചു. ആര് ചോദിച്ചു? സുശീല് അച്ഛനോട് മാപ്പ് ചോദിച്ച് പിന്നീട് ആ കുട്ടി നല്ല കുട്ടിയായി തീർന്നു.